പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മനോഹരമായ സ്ഥലമാണല്ലേ? എന്താണിത്? ഒരു ഭാഗത്ത് കടലും മറുഭാഗത്ത് കുരിശും മറ്റും കാണുന്നുണ്ടെന്നാണോ നോക്കുന്നത്? ഇത് തൂത്തുക്കുടി ജില്ലയിലെ മണപ്പാടി എന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൽ 500 വർഷങ്ങൾക്ക് മുൻപ് ഫ്രാൻസിസ് സേവ്യർ എന്ന മിഷണറി വന്ന് യേശുവിനെ അറിയിച്ച് ശുശ്രൂഷ ചെയ്തിരുന്നു. തോമസിന് ശേഷം ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ മിഷണറിയാണ് ഫ്രാൻസിസ് സേവ്യർ എന്ന മിഷണറി. ഗോവയിൽ നിന്ന് കടൽക്കരയിലെങ്ങും അദ്ദേഹം 40 സഭകൾ കെട്ടിപ്പടുത്ത് അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുണ്ടായിരുന്നു. അനേകം ജനങ്ങൾക്ക് യേശുവിനെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. യേശുക്രിസ്തു എന്ന രക്ഷകനെ ജനങ്ങൾ അറിയുമ്പോഴാണ് യഥാർത്ഥ സമാധാനത്തെയും അനുഗ്രഹത്തെയും നേടുവാൻ സാധിക്കൂ. ആ സ്നേഹത്തെ അറിയിക്കാൻ അദ്ദേഹം ഇത്രയും ദൂരം വന്നിരിക്കുന്നു. അദ്ദേഹം ഈ മണപ്പാട് എന്ന സ്ഥലത്ത്, ഈ കടൽക്കരയിൽ, അതാ പിന്നിൽ കാണുന്നില്ലേ, അത് കടലിനോട് ചേർന്നിട്ടുള്ള ഒരു ഗുഹയാണ്. അവിടെയാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഇവിടെ താമസിച്ച് അദ്ദേഹം ജനങ്ങൾക്കെല്ലാം യേശു എന്ന പ്രകാശത്തെക്കുറിച്ച് അറിയിച്ചിരിക്കുന്നു. എത്ര കണ്ണഞ്ചിക്കുന്ന സ്ഥലമാണെന്ന് കണ്ടോ? നിങ്ങളിങ്ങോട്ട് തൂത്തുക്കുടിയിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഈ സ്ഥലം കാണാൻ സാധിക്കും. ശരി, ഈ ദിവസത്തേക്ക് ദൈവം നിങ്ങൾക്ക് എന്ത് വചനമാണ് നൽകിയിരിക്കുന്നത്? യിരെമ്യാവ് 31-ാം അധ്യായം 14-ാമത്തെ വാക്യം. എന്റെ ജനം എന്റെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കും. ദൈവം പറയുന്നു, എന്റെ ജനങ്ങൾ ഞാൻ നൽകുന്ന നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കുമെന്ന്. ദൈവം പറയുന്നു, എന്റെ മകനെ, എന്റെ മകളെ, ഞാൻ നിനക്ക് നന്മ ചെയ്യും. ഇന്ന് നിനക്ക് എന്ത് നന്മയാണ് വേണ്ടത്? ഏതോ ഒരു കാര്യത്തെ നീ പ്രതീക്ഷിക്കുന്നില്ലേ? ഇന്നിത് നടക്കണം, ഈ കാര്യം വിജയിക്കണം, ഈ കാര്യം സാധിക്കണം, ഇന്ന് ദൈവം കൂടെ ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നുണ്ടല്ലേ? ദൈവം പറയുന്നു, എന്റെ മക്കളെ, ഞാൻ നൽകുന്ന നന്മ കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുന്നതാണ്. ദൈവം തൃപ്തിയാകുവോളം അനുഗ്രഹിക്കുമത്രേ. ഏതോ താനോ എന്നല്ല, ഈ ദിവസം നിങ്ങൾക്ക് പരിപൂർണ അനുഗ്രഹമുണ്ടാകും. അതിനുവേണ്ടിയല്ലേ അവൻ കുരിശിൽ മരിച്ചത്. കുരിശിൽ രക്തം ചൊരിഞ്ഞതും കഷ്ടപ്പെട്ടതും എല്ലാം തന്നെ നമ്മുടെ അനുഗ്രഹത്തിനാണ്, നിങ്ങളുടെ അനുഗ്രഹത്തിനാണ്. എന്റെ മക്കളെ, എന്റെ ജനങ്ങളെ, ഞാൻ നിങ്ങളെ തൃപ്തിയായി അനുഗ്രഹിക്കുമെന്ന് പറയുന്നു. അവന്റെ ജനമാണെന്ന് പറയുന്ന വിധത്തിലാണോ നാം ജീവിക്കുന്നത്? അവൻ എന്റെ കൂടെയുണ്ട്, ഞാൻ യേശുവിന്റെ പൈതലാണ്, ഞാൻ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാനാകുമോ? ഇല്ലെങ്കിൽ, യേശുവേ, ഞാനും നിന്റെ പൈതലായിരിക്കാൻ ആഗ്രഹിക്കുന്നു, നിന്റെ ജനമായിരിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നെയും ഏറ്റുകൊള്ളണമേ, എന്നെയും തൃപ്തിയായി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു നോക്കൂ. മനസ്സിലൊരു സമാധാനമുണ്ടാകും, ഒരു ധൈര്യമുണ്ടാകും, തികഞ്ഞ അനുഗ്രഹമുണ്ടാകും. കാരണം യേശു നിങ്ങളെ അതിയായി സ്നേഹിക്കുന്നു. ഈ ലോകത്തിൽ ആരും നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിലും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ മക്കൾ, ഞാൻ നിങ്ങളെ തികവോടെ അനുഗ്രഹിക്കണമെന്ന് യേശു പറയുന്നു. നിങ്ങൾ പറയൂ, ഞാൻ നിങ്ങളുടെ പൈതലാണ് ദൈവമേ, എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് പറയൂ. അവൻ തീർച്ചയായും അനുഗ്രഹിക്കും. പിതാവേ, ഈ നല്ല മകനും മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ അങ്ങയുടെ മക്കളാണ് പിതാവേ, അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇവർക്ക് വേണ്ടി അങ്ങ് കുരിശിൽ രക്തം ചൊരിഞ്ഞ് മരിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഇന്നേതോ ഒരു കാര്യത്തിനായി പ്രാർത്ഥിക്കുന്നു. തികവോടെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ നിന്റെ മക്കളെ ഇന്ന് തികവായി അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. ഇന്നവർ തൃപ്തിയോടെയും സന്തോഷത്തോടെയും യേശുവിനെ അനുഗ്രഹിച്ചു എന്ന് സന്തോഷിക്കണം. അതിനായി അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.